ബാഗെല്ലാം പാക്ക് ചെയ്ത് ഓരോ സ്ഥലത്തു നിന്ന് കടങ്ങളൊക്കെ മേടിച്ച് പെട്ടിയൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴും ഒരുപാട് വിഷമത്തിലായിരുന്നു. ഒരുപാട് ഡിപ്രഷനൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞ ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒത്തിരി മാതാവ് മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂലൈയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേര് പോയപ്പോഴും ഞാൻ പെയ്യുന്ന സഹായാവസ്ഥയിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം മാതാവ് പോകാൻ പറ്റും, എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സഹിക്കാൻ ശക്തി എനിക്കുള്ളത് കൊണ്ടാണ് യേശു എനിക്ക് സഹനങ്ങൾ തരുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ചെല്ലുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം, പള്ളിയിൽ പോകാൻ ഒത്തിരി മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവായിരുന്നു. കുമ്പസാരിക്കുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിന് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മാതാവിനോട് ചേർന്നിരുന്നു ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തു. സെപ്റ്റംബർ 3-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അത് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത്.